നമസ്കാരം. ഇന്നൊരു പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൃശ്ചികം 1 ഈ മാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇന്ന് പുലർച്ചെ പ്രശ്നം വച്ചപ്പോൾ കണ്ട ആ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസാദ്യ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശുഭകരം, ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഈ മാസം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ഈ മാസം ശുഭകരമായി ഭവിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു. പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യാനായി മുന്നോട്ട് വരികയും ആ കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കാര്യവിജയങ്ങൾ, തന്മൂലം ധനപരമായ നേട്ടങ്ങൾ, ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, മറ്റുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വീട്ടിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായി മാറും. അതിനാൽ തീർച്ചയായും വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം നൽകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. വീടിന് ഐശ്വര്യമായി മാറുന്ന ദിവസമാണ് എന്ന് പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കാണും. ജോലി ലഭിക്കുക, വിദ്യയിൽ ഉയരുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. തുടങ്ങിയ ഫലങ്ങളും പ്രതീക്ഷിക്കാം. ജോലി മാറാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുന്നതായ പലവിധ ചിന്തകളും മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ അനുകൂലമാകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും അയ്യപ്പസ്വാമിയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത്. പലവിധ തടസ്സങ്ങളാൽ, ദുരിതങ്ങളാൽ, പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ കുറയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരുന്നതായ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വഴിമുടക്കുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. മനസ്സ് മടുപ്പിക്കുന്നതായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കുടുംബത്തിൽ നിന്നും പിന്തുണ, വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. നേട്ടങ്ങൾ വർദ്ധിക്കാം. കാര്യവിജയങ്ങൾ, തൊഴിൽപരമായ ഉയർച്ച, തൊഴിൽ ലഭിക്കുക, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അല്പം ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. തലവര തെളിഞ്ഞിരിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവശാൽ നിങ്ങൾക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രശ്നവശാൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതായ സമയം. സന്തോഷ വാർത്തകൾ, ശുഭവാർത്തകൾ തേടിയെത്താം. കൂടാതെ അംഗീകാരങ്ങൾ, പ്രശംസ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിലെടുത്ത് കഴിവുകൾ തെളിയിക്കുക, സന്തോഷകരമായ വാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ധനപരവും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം.
വീടിന് തന്നെ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശുഭവാർത്തകൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. സന്താനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമാകാം. ചെയ്യുന്നതായ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു ചേരും. മനോബലം, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ ഈ മാസം അല്പം കൂടുതലായി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ ആശ്വാസം വന്നു ചേരും. ചില വ്യക്തികൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് യശസ്, സൽകീർത്തി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. തലവര തെളിഞ്ഞിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സന്തോഷം, ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രശംസ, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല ചിന്തകളും ഒഴിവാക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ ധനപരമായ നേട്ടങ്ങൾക്കും സാഹചര്യം അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം വളർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതായ സമയം. സുഹൃത്തുക്കളുടെ പിന്തുണ, സന്താനങ്ങൾക്ക് ശ്രേയസ് എന്നിവ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. സൽഫലങ്ങളായി തന്നെ ഇവ പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർക്കുക. ഭൗതിക രംഗത്ത് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകാം. എന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അധികമായ ചെലവുകൾ വന്ന് ധനനഷ്ടം സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അധികാര പദവികൾ അല്ലെങ്കിൽ മറ്റ് പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം, ധൈര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കാര്യസിദ്ധി, കാര്യവിജയം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രശ്നവശാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാകുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ സമയം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൊതുവെ മനസ്സിലെ ആലസ്യം നീങ്ങി പ്രവർത്തന സജ്ജമായി മാറുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹായധനം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായ സമയമാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദൗത്യങ്ങളിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുടെയും അകമഴിഞ്ഞ പിന്തുണ, അത് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ
വേണ്ടപ്പെട്ടവരുടെയോ അകമഴിഞ്ഞ പിന്തുണ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ, വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വ്യാപാരത്തിലും തൊഴിലിടത്തിലും അത് നിങ്ങൾക്ക് പ്രകടമാകുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ സമയമാകുന്നു. പല വ്യക്തികളുടെയും പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആദായം ലഭിച്ചു തുടങ്ങുന്നതായ സാഹചര്യം. ദുർവാസനകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ തേടിയെത്തും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കും. പല വസ്തുക്കളും നേടിയെടുക്കുവാൻ, വാങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി വന്നു ചേരാം. പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുകയോ പുതിയ ജോലി ലഭിക്കുകയോ, ജോലി അന്വേഷിക്കുന്നവർക്ക് താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടുകയോ സമയം നീട്ടിക്കിട്ടുകയോ താൽക്കാലിക ആശ്വാസം വന്നു ചേരുകയോ ചെയ്യാം. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. സഹോദരിമാരുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയമാകുന്നു. സുഹൃത്തുക്കളുടെയും പ്രതീക്ഷിക്കാം. കുടുംബ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യവഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് അനുരഞ്ജനത്തിലൂടെ തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാണ് എന്ന് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കും. അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. വിമർശിക്കാൻ ആളുകൾ ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ആദായം അല്പം വർദ്ധിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ചുമതലകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം കുടുംബത്തോടൊപ്പം യാത്രകൾ നടത്തുവാൻ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും പ്രതിരോധിച്ച് നിൽക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അതിജീവന ശക്തി വന്നു ചേരുന്നതായ സമയമാകുന്നു. ധനവിനിയോഗം, യാത്ര എന്നിവയിൽ ശ്രദ്ധ പുലർത്തണം. പ്രതികരണങ്ങൾ കരുതലോടെയാകണം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുക, ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആവശ്യങ്ങൾക്കുള്ള പണം കൈകളിലേക്ക് വന്നു ചേരും. ആശ്വാസം ലഭിക്കുന്നതായ പല പ്രവർത്തനങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പദവിയിൽ ഉയർച്ച നേടുവാൻ പോലും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ സാഹസിക കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം പ്രയത്നം അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. പ്രശ്നവശാൽ ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. പദവി, ധനം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അലച്ചിൽ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കലഹങ്ങൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഈ മാസം ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ വാർത്തകൾ വന്നു ചേരാം. സന്താനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതായ സമയമാകുന്നു. സർവ്വകാര്യത്തിലും ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. ചെറു യാത്രകൾ നടത്തേണ്ടതായി വരാം. നിഷ്കളങ്കതയും സത്യസന്ധതയും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നതായ സമയമാക്കുന്നു. ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ധനസഹായം പോലും ലഭിക്കാവുന്ന സമയമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വരുമാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു.
കൂടാതെ ഈ സമയം പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിധിയിൽ ഉയർച്ച നേടുക, ബിസിനസ് പരമായ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏകാഗ്രത അല്പം കൂടി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രശംസ നേടുവാൻ സാധിക്കുന്ന, അംഗീകാരങ്ങൾ തേടിയെത്തുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചുമതലകൾ വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ചെറിയ കടങ്ങൾ പോലും വീട്ടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ, ലാഭം വന്നു ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ആരോഗ്യസ്ഥിതി അല്പം ഉയർച്ച നേടുവാൻ, ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധ്യത കൂടുതലാകുന്നു. തടസ്സങ്ങൾ പലതുണ്ട് ജീവിതത്തിൽ. അതിൽ ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഭിമാനിക്കാൻ സാധിക്കുന്നതായ ചില നേട്ടങ്ങൾ കരസ്ഥമാക്കാം. ദിശാബോധത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധ്വാനം വിലമതിക്കുന്നതായി മാറും. കൂടാതെ ആദായകരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിവ് തെളിയിക്കുന്ന അഥവാ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സന്ദർഭം വന്നു ചേരും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഞാൻ ഈ പരാമർശിച്ച നക്ഷത്രക്കാർക്ക് ഏവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച്, ശാസ്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഈ സമയം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. സാധിക്കുന്ന മറ്റ് വഴിപാടുകളും, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര നടത്തി മുന്നോട്ട് പോകുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ്. പ്രശ്നവശാൽ ഈ നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല ഈ സമയം. പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ സംഭവിക്കാം. മനസ്സിനെ അലോസരപ്പെടുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ തടസ്സങ്ങളാൽ മുന്നോട്ട് നീങ്ങാത്തതായ സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും പ്രതീക്ഷ വയ്ക്കും. എങ്കിൽ പോലും അത് വിപരീതമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം പൊതുവിൽ അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വേണ്ടപ്പെട്ടവരിൽ നിന്നും ചതി പോലും പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ പൊതുവെ ശുഭകരമല്ലാത്ത സമയം തന്നെയാണ് ഇത്. ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാട് നടത്തി മുന്നോട്ട് പോവുക. അതിൽ ആദ്യത്തേതായ വഴിപാട് ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടതായ വഴിപാടാകുന്നു. പരമശിവനെ ദർശിക്കുകയും പ്രത്യേകിച്ചും ഈ സമയം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. അപകട സാധ്യത കുറയ്ക്കുവാൻ സഹായകരമാകുന്നു. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഭഗവാന് തുളസിമാല കൂടി ചാർത്തുക. ശാസ്താ ക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് നടത്തുന്നതും ഈ സമയം ഏറ്റവും ശുഭകരമായ വഴിപാടാകുന്നു. എണ്ണ സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാണ്. കൂടാതെ ഗണപതി ക്ഷേത്രത്തിൽ കറുകാമാല ചാർത്തുകയും ദേവീ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങളും കഷ്ടതകളും ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. അശ്വതി, കാർത്തിക, പൂരാടം, ചതയം എന്നീ 4 നക്ഷത്രക്കാർക്കാണ് ഈ സമയം അനുകൂലമല്ലാത്തത്. ഈ വഴിപാട് നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.